കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. 4/1 NHS ജീവനക്കാരും അടുത്ത 5 വർഷത്തിനുള്ളിൽ ജോലി വിടും. പൊതുജനാരോഗ്യ സംവിധാനം കുത്തഴിഞ്ഞ നിലയിലെന്ന് പ്രധാനമന്ത്രി. വെയിറ്റിംഗ് ലിസ്റ്റിൽ കുരുങ്ങിക്കിടക്കുന്നത് 8 ലക്ഷത്തോളം കുട്ടികളുമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിലെ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 1/4 ഭാഗം പേർ വരുന്ന 5 വർഷ കാലയളവിനുള്ളിൽ തൊഴിലുപേക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് പുതിയ സർവേ റിപ്പോർട്ട്. ഗവൺമെന്റ് നടത്തിയ സർവേയിലാണ് ഇത് തെളിഞ്ഞത്. ഇതിനോടകം തന്നെ ജീവനക്കാരുടെ ക്ഷാമ നിമിത്തം അതിയായ സമ്മർദ്ദം അനുഭവിക്കുന്ന NHS മേഖലയെ ഇത് കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന് മാത്രമല്ല, അതിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളുടെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണ്ണമാകുകയും ചെയ്യും. ജൂൺ 19-നും 26-നും ഇടയിലായി 1260 NHS ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അഭിപ്രായ സർവേ നടത്തിയത്. അടുത്ത 5 വർഷക്കാലം നിങ്ങൾ NHSൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. സർവേയിൽ പങ്കെടുത്തവരിൽ 27% പേർ അതിനുള്ള സാധ്യതയുണ്ടാകാൻ വഴിയില്ല എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ 14% പേർ ഉറപ്പിച്ചു പറഞ്ഞത് അടുത്ത 5 വർഷത്തിനുള്ളിൽ തങ്ങൾ NHS വിട്ടുപോകുമെന്ന് തന്നെയാണ്. 13% പേർ പറഞ്ഞത് വരുന്ന 12 മാസത്തിനുള്ളിൽ തങ്ങൾ NHS വിട്ടുപോകുമെന്നാണ്. 47% പറഞ്ഞത് തങ്ങളുടെ പരിചയത്തിലുള്ളവരോട് NHSൽ ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുകയില്ല എന്നാണ്. അതേസമയം 42% പേർ അങ്ങനെ നിർദ്ദേശിക്കുമെന്നും പറഞ്ഞു. NHS ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ സമയം കാത്ത് 8 ലക്ഷത്തിലധികം കുട്ടികളുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ സർവേ ഫലവും പുറത്തു വന്നത്. ക്ഷമിക്കാൻ കഴിയാത്ത വിധം ആരോഗ്യ സേവന മേഖല താറുമാറായിരിക്കുകയാണ് എന്നായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനോട് പ്രധാനമന്ത്രി സർ K. സ്റ്റാമർ പ്രതികരിച്ചത്. കുട്ടികൾ എപ്രകാരം ചികിത്സിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു വിശകലന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി നടന്ന ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രമുഖ സർജനും ഹൗസ് ഓഫ് ലോർഡ്സ് സഭാ അംഗവുമായ ലോർഡ് ഡാർസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആരോഗ്യ സേവനം സംബന്ധിച്ച് കുട്ടികൾ അവഗണിക്കപ്പെടുന്നു എന്നാണ്. ഏകദേശം 1.25 ലക്ഷം കുട്ടികൾ ചികിത്സയ്ക്കായി 6 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 30,000 പേർ 1 വർഷത്തിലേറെയായി കാത്തിരിക്കുന്നുവെന്നും സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് 1 ലക്ഷത്തോളം കുട്ടികൾക്ക് അടിയന്തര സേവന വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം 6 മണിക്കൂറിലേറെ ചികിത്സ ലഭിക്കാനായി കാത്തിരിക്കേണ്ടി വന്നെന്നും അതിൽ പറയുന്നു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ട സമയം കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 60% വർദ്ധിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തണുത്ത വടക്കൻ കാറ്റ് ബ്രിട്ടനിലേക്ക് എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ബ്രിട്ടനിൽ താപനില താഴേക്ക് വരും. മഴയ്ക്കൊപ്പം തണുത്ത വടക്കൻ കാറ്റ് കൂടി എത്തുമ്പോൾ ബുധനാഴ്ചയോടെ താപനില 15 ഡിഗ്രിയിൽ താഴെയാകാമെന്നും മെറ്റ് ഓഫീസ് പറയുന്നു. ചില ഭാഗങ്ങളിൽ മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട്. ഇന്ന് വടക്കൻ പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ആകാശം മേഘാവൃതമായിരിക്കും. മഴയ്ക്കും സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പൊതുവെ തെളിഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. കൂടുതൽ മഴ എത്തുന്നതോടെ വ്യാഴാഴ്ച തണുത്ത കാലാവസ്ഥ തുടരും. എന്നാൽ ദിവസത്തിന്റെ അവസാനത്തോടെ കാറ്റിന്റെ ശക്തി കുറയും. വെള്ളിയാഴ്ച പൊതുവെ തെളിഞ്ഞതും വരണ്ടതുമായ കാലാവസ്ഥയായിരിക്കുമെങ്കിലും തണുത്ത കാലാവസ്ഥ തന്നെയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. പുതിയ ലേബർ ഗവൺമെന്റിന്റെ പല പദ്ധതികൾക്കുമെതിരെയായി ഭരണകക്ഷിയിലെ തന്നെ MP-മാർ രംഗത്ത്. വിന്റർ ഫ്യൂവൽ അലവൻസ് നിർത്തലാക്കുന്നത് ഭരണകക്ഷിയിൽ വിള്ളലിന് കാരണമായിരിക്കുമെന്ന് റിപ്പോർട്ട്. 50ഓളം ലേബർ MP-മാർ ഈ നീക്കത്തെ എതിർത്തേക്കും. സർക്കാരിന്റെ തീർത്തും ജനപ്രിയമല്ലാത്ത നയത്തിനെതിരെ 50ഓളം MP-മാർ എതിർപ്പുമായി എത്തിയേക്കുമെന്ന് സൂചന. വിന്റർ ഫ്യൂവൽ അലവൻസ് നിർത്തലാക്കുന്നതിനെ പിന്തുണച്ച് വോട്ട് ചെയ്യാൻ ഇവർ തയ്യാറാവുകയില്ല. ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടിംഗിൽ ഭരണകക്ഷി MP-മാരിൽ ചിലർ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തേക്കുമെങ്കിലും ഈ നയത്തോട് എതിർപ്പുള്ള MP-മാരിൽ ഭൂരിഭാഗം വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. തങ്ങളുടെ കൂടെ എത്ര പേർ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നാണ് വിമത MP-മാർ പറയുന്നത്. ജൂലൈയിൽ 2 ചൈൽഡ് ബെനഫിറ്റ് ക്യാപ്പുമായി ബന്ധപ്പെട്ട് NSP കൊണ്ടുവന്ന ഭേദഗതിയെ അനുകൂലിച്ച 7 ലേബർ MP-മാർ സസ്പെൻഷനിലാണ്. സമാനമായ വിമത നീക്കം ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ വിമതരിൽ ഭൂരിഭാഗം പേരും വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യതയെന്ന് ഒരു വിമത MP പറഞ്ഞു. വോട്ടെടുപ്പിൽ പരാജയപ്പെടാനുള്ള സാധ്യത തീരെയില്ലെങ്കിലും വലിയൊരു വിഭാഗം MP-മാർ വിട്ടുനിൽക്കുന്നത് പാർട്ടി നയത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ട് എന്നത് വെളിവാക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൻഷൻകാർക്ക് നൽകുന്ന വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് നിർത്തലാക്കുന്നതിനെതിരെ കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി രംഗത്തുണ്ട്. വിമതശല്യമുണ്ടായാൽ വിമതർക്ക് നൽകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വോട്ടിംഗിൽ ഈ പ്രമേയം പാസ്സായാൽ ഏകദേശം 80 ലക്ഷത്തോളം പെൻഷൻകാർക്കാണ് 400 പൗണ്ടോളം വരുന്ന വിന്റർ ഫ്യൂവൽ അലവൻസ് കിട്ടാതെ പോകുന്നത്. യൂണിഫോമിന്റെ ഭാഗമായ സ്കേർട്ടിന്റെ നീളം അളക്കാൻ പെൺകുട്ടികളെ 2 മണിക്കൂറോളം ക്യൂവിൽ നിർത്തിയെന്ന് പരാതി. വളരെ ചെറിയ സ്കേർട്ട് ധരിച്ചെത്തിയ കുട്ടികളെ വീടുകളിലേക്ക് തിരികെ അയക്കുകയും ചെയ്തു. പുതിയ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ഐൽ ഓഫ് വൈറ്റിലെ റൈഡ് അക്കാഡമിയിലായിരുന്നു ഈ പരിശോധന നടന്നത്. 70ലധികം വിദ്യാർത്ഥിനികളെയാണ് ഇവർ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. യൂണിഫോം എപ്രകാരമായിരിക്കണമെന്നത് തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നും വേനൽക്കാലത്ത് തന്നെ ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. അതേസമയം ഇറക്കം കൂടിയ നീ ലെങ്ത് സ്കേർട്ടുകൾ ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണെന്നും മാതാപിതാക്കളും പറയുന്നു. ഉയരക്കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ സ്കൂൾ അധികൃതർ അനുശാസിക്കുന്ന തരത്തിലുള്ള സ്കേർട്ടുകൾ ലഭ്യമാകില്ലെന്നും അവർ പറയുന്നു.
ശരിയായ സ്കേർട്ട് തന്നെയാണ് തങ്ങൾ വാങ്ങിയതെന്നും എന്നാൽ സ്കൂളിൻ്റെ നയം പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്നും മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അത്രയും നീളമുള്ള നീ ലെങ്ത് സ്കേർട്ടുകൾ വിപണിയിൽ ലഭ്യമല്ലെന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂൾ അധികൃതർ ചെയ്യുന്നത് പെൺകുട്ടികളുടെ ശരീരത്തിൻ്റെ ആകൃതിയും വലിപ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പെൺകുട്ടികളെ വിലയിരുത്തുക എന്നതാണെന്നും വിപണിയിൽ വാങ്ങാൻ സാധിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്നതല്ല എന്ന് പറയാതെ പറയുകയാണെന്നും അവർ ആരോപിക്കുന്നു. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളോട് ഇത്തരത്തിലുള്ളൊരു സമീപനം നല്ലതല്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂളിൻ്റെ പുതിയ നയത്തിനോട് അനുകൂല നിലപാടെടുക്കുമ്പോഴും അത് നടപ്പിൽ വരുത്തിയ രീതി ശരിയായില്ല എന്നാണ് ഭൂരിഭാഗം മാതാപിതാക്കളും പ്രതികരിച്ചത്. അത് തെറ്റായ സന്ദേശങ്ങൾ നൽകും എന്ന് മാത്രമല്ല തങ്ങൾ അപമാനിതരായി എന്ന ചിന്ത കുട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. കൂടുതൽ ഇറുകിയ PE ടോപ്പുകൾ ധരിച്ചതിനും വി നെക്കുകൾക്ക് പകരം ക്രൂ നെക്കുകൾ ഉണ്ടായതിനും വരെ കുട്ടികളെ വീടുകളിലേക്ക് തിരികെ വിട്ടു എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ സമയത്ത് തങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കാൻ പൗച്ചുകൾ നൽകുന്നതാണ് മറ്റൊരു മാറ്റം. പൗച്ചുകൾ കുട്ടികളുടെ പക്കൽ തന്നെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ലോക്ക് തുറക്കാൻ അവർക്ക് കഴിയില്ല. അതായത് സ്കൂൾ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. ബ്രിട്ടനിൽ ഏറെ പേർ ഇഷ്ടപ്പെടുന്നത് വർക്ക് ഫ്രം ഹോം. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ സംതൃപ്തി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് ബിസിനസ് സെക്രട്ടറി. കോവിഡ് കാലത്ത് പ്രചാരത്തിൽ വന്ന വർക്ക് ഫ്രം ഹോം എന്ന തൊഴിൽ സംസ്കാരം കോവിഡാനന്തര കാലത്തും ഏറെ പ്രിയപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. നേരത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ ഇത് നിരുത്സാഹപ്പെടുത്തുന്ന നയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ആളുകളെ തൊഴിലിടങ്ങളിലേക്ക് എത്തിക്കാൻ വിവിധ പദ്ധതികളായിരുന്നു മുൻ സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ സർക്കാരിൻ്റെ നയമെന്നാണ് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ് നൽകുന്ന സൂചന. ആളുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് കൂടുതൽ ആസ്വദിക്കുന്നുവെന്നും അത് മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഓഫീസിലെ ജീവനക്കാർ UK ഏതു ഭാഗത്തിരുന്നും ജോലി ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ചുരുങ്ങിയത് തൊഴിൽ സമയത്തിൻ്റെ 60% തൊഴിലിടത്തിൽ ചെലവഴിക്കണം എന്നായിരുന്നു മുൻ സർക്കാരിൻ്റെ നിലപാട്. അതായത് ആഴ്ചയിൽ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ഓഫീസുകളിൽ എത്തണം. എന്നാൽ നിങ്ങൾ വീട്ടിൽ സന്തോഷവാനായിരിക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്യും. നിങ്ങൾ ജോലിയിൽ സംതൃപ്തനാണെങ്കിൽ വീട്ടിൽ സന്തോഷവാനായിരിക്കും എന്നാണ് അദ്ദേഹം സൺഡേ ടെലഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഏകദേശം 8000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഓഫീസാണ് തൻ്റേതെന്നും അവർ UK ഏതു ഭാഗത്തിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിലും തനിക്ക് സന്തോഷമേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നതിനെ കഴിഞ്ഞ മാസം ക്യാബിനറ്റ് മന്ത്രിമാർ പിന്തുണച്ചിരുന്നു. ആഴ്ചയിൽ 2 ദിവസം പോലും ജീവനക്കാർ ഓഫീസുകളിൽ വരാത്ത സാഹചര്യമാണ് ഹോം ഓഫീസിലുള്ളത്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂയിസ് ഹേയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറും ജീവനക്കാർ വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നതിനോട് അനുകൂല സമീപനം പുലർത്തുന്നതായി പ്രസ്താവിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടോറിയയിലെ ആദ്യ മലയാളി മന്ത്രിയായി ജിൻസൺ ആൻഡോ ചാൾസ്. കോട്ടയം പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ് ഏകദേശം 60% വോട്ട് നേടിയാണ് ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നോർത്തേൺ ടെറിട്ടറിയിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്. മുഖ്യമന്ത്രി ലിയ ഫിനോസിയാറോയാണ് ജിൻസൺ ചാൾസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വിവരം അറിയിച്ചിരിക്കുന്നത്. കലാകായികം സാംസ്കാരിക മന്ത്രിയായിട്ടാണ് ജിൻസനെ നിയമിച്ചിരിക്കുന്നത്. ഡിസബിലിറ്റി, യൂത്ത് ആൻഡ് സീനിയർ ഇക്വാലിറ്റി, വയോജനക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് ജിൻസൺ ലഭിച്ചിരിക്കുന്നത്. നോർത്തേൺ ടെറിട്ടറിയിലെയും ഓസ്ട്രേലിയയിലെയും മലയാളികൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ജിൻസന്റെ മന്ത്രിസ്ഥാനം. നാളെയാണ് സത്യപ്രതിജ്ഞ. ഒരു ഇന്ത്യക്കാരൻ ആദ്യമായാണ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്നത്. സ്റ്റെയർ കേസിൽ നിന്നും കാൽ വഴുതി വീണ് UK മലയാളി മരിച്ചു. വിടവാങ്ങിയത് ഏറ്റുമാനൂർ സ്വദേശി പ്രദീപ് നായർ. 49 വയസ്സായിരുന്നു. അപകടം നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ കേരളത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പ്രദീപ് താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ മുകൾ നിലയിലെ പടികളിറങ്ങവേ കാൽ തെന്നി താഴെ വീഴുകയായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. വീഴ്ചയിൽ തലയിടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് ഫ്ളാറ്റിനടുത്ത് താമസിക്കുന്നവർ അടിയന്തര വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു. പ്രദീപിന്റെ കുടുംബം അവധിക്ക് ശേഷം കേരളത്തിൽ നിന്നും UK തിരികെ മടങ്ങാനിരിക്കെ കൊച്ചി എയർപോർട്ടിൽ വെച്ചാണ് മരണവിവരം അറിയുന്നത്. കുടുംബം ഇന്ന് രാത്രിയോടെ മാഞ്ചസ്റ്ററിലെത്തും. നാട്ടിലായിരിക്കെ കേരള പോലീസിൽ ജോലി ചെയ്തിരുന്നു. മാഞ്ചസ്റ്റർ മലയാളി കൾച്ചറൽ അസോസിയേഷൻ മുൻ ട്രഷററും മാഞ്ചസ്റ്റർ ഹിന്ദു സമാജത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പ്രദീപ് നായർ.